ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ രാവിലത്തെ ദോശയൊക്കെ ബാക്കി വരുമ്പോഴേ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഐറ്റം കാണിച്ചു തരാം. രണ്ട് മൂന്ന് മുട്ടയും കൂടെ മതി. കിടിലൻ റെസിപ്പിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വായോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രാവിലെ ഉണ്ടാക്കി കുറച്ച് ദോശ അധികം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഈവനിങ്ങിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം, ചായേൻ്റെ കൂടെ ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ ഡിന്നറായിട്ട് കഴിക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ ഡിന്നറായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആണ്ട് കുറച്ച് ദോശ എടുത്തിട്ടുണ്ട്, ഒരു 3-4 ദോശയുള്ളൂ. അത് നമുക്ക് ഒന്ന് കൈ വെച്ച് ഒന്നിങ്ങനെ പിച്ചിട്ട് കൊടുക്കാം. അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാനൊന്ന് പിച്ചിട്ട് കൊടുക്കുന്നത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലേ ഒരു ഇത്തിരി പോലും ബാക്കി വെക്കൂല, എല്ലാം കഴിച്ച് തീർക്കും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പൊ ഞാൻ ഈ ദോശ എല്ലാം ഒന്ന് പിച്ചിട്ടിട്ട് കൊണ്ടുവരാവേ. ഇപ്പൊ ദാണ്ടെ ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം വലിയ പീസസ് ഒക്കെ ആയിട്ട് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ചോപ്പർ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോപ്പർ ഇല്ലെങ്കിൽ അല്ലാതെ ഓരോന്നും ഒന്ന് അരിഞ്ഞെടുത്താലും മതി. ഞാൻ എളുപ്പ വഴി നോക്കുകയാണ്. അപ്പൊ ചോപ്പറിൽ ഒരു സവാള ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലുതായിട്ട് അരിഞ്ഞാൽ മതി, നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാനുള്ളതല്ലേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള തന്നെ ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. തക്കാളി ഒരു മീഡിയം സൈസ് വലിപ്പത്തിനുള്ള തക്കാളിയാണേ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചോപ്പ് ചെയ്തെടുക്കാവേ. പിന്നെ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ അതും കൂടെ ചേർക്കാം. ഞാൻ പച്ചമുളക് ഇടുന്നില്ല കേട്ടോ. അപ്പൊ ദാണ്ടേ ഇതുപോലെ ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പം ചേർക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിലോ ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ ആ ഒരു ദോശയുണ്ടല്ലോ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ മുട്ട വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി ഈ മുട്ടയൊക്കെ നന്നായിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ഇതിങ്ങനെ ദോശയൊക്കെ കുറച്ചും കൂടെ ഒന്ന് ചെറുതാവും, അതായത് ഇങ്ങനെ പൊടിഞ്ഞു വരാൻ തുടങ്ങും കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പിന്നെ നോൺ സ്റ്റിക്ക് പാൻ അല്ലാത്തത് കൊണ്ട് തന്നെയും അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിക്കി കൊടുക്കണേ. ഒന്ന് എന്താ പറയുന്നത്, ഇതുപോലെ ചെറുതായിട്ട് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു സ്പാച്ചില വെച്ച് തന്നെ. അപ്പൊ നമ്മൾ ഇളക്കുമ്പോഴേക്കും ഈ ദോശയൊക്കെ ഇതുപോലെ ചെറുതായി വരാൻ തുടങ്ങും കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മുട്ടയൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ കൂടെ ദോശയായിട്ട് സെറ്റായിട്ട് വരണം. അതുവരെ നമ്മൾ ഒന്നങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ദാണ്ട മുട്ടയൊക്കെ വെന്ത് ആ ദോശയായിട്ട് അങ്ങ് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ സവാളയും തക്കാളിയും നമ്മുടെ വെളുത്തുള്ളിയിലേക്ക് അരിഞ്ഞ് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അതിനു മുന്നേ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം, വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഇതിന് പകരം ഗരം മസാല ഇടാം, പക്ഷെ ചിക്കൻ മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അപ്പൊ ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം, കാര്യം നമ്മൾ ദോശയിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതായിരിക്കും. അപ്പം കുറച്ച് മാത്രം ചേർത്താൽ മതി, എന്നിട്ട് പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പൊ ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഞാനിത് രാത്രി ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. രാവിലത്തെ ദോശ കുറച്ച് ബാക്കി ഇരുന്നുണ്ട്, എന്നാ പിന്നെ ഇതായിക്കോട്ടെ എന്ന് കരുതി. ഇതാവുമ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മോന് ഭയങ്കര ഇഷ്ടമാണ്, അവന് കൊടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർക്കാത്ത, എരിവ് വേണ്ടാന്ന് കരുതിയിട്ട്.
അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മല്ലിയില, കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. സംഭവം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. എന്നാലും കിട്ടില്ല ടേസ്റ്റ് ആണ് കേട്ടോ. കിട്ടില്ല ടേസ്റ്റ് ആണ്. ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ.